There should be rule of law. और उस रूल ऑफ लॉ, कानून के राज की बुनियाद है कि आप बेगुनाह हैं जब तक आपका गुनाह साबित नहीं किया जाता. You are innocent until proven guilty. This bill stands that fundamental maxim of jurisprudence on its head. It makes an investigating officer the boss of the Prime Minister of India. Sir, it undermines representative parliament democracy. This amendment would leave the minister and CM at the mercy of executive agencies. The severity of the amendment is not only in the fact that one loses their position if they are arrested, but even if they are detained. Detention and administrative action doesn't require offense to be made. Now, this bill clearly violates 74(1). This government is hell-bent on creating a police state. This will be a death knell and leash an elected government, sir. Indian constitution is being amended to turn this country into a police state. യെസ്, പൊതുവേദിയിലേക്ക് സ്വാഗതം. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലാകുന്ന മന്ത്രിമാർക്ക് ഇനി രക്ഷയില്ല. അവരെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം വരുന്നു. ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലാകുന്ന മന്ത്രിമാർക്കാണ് ഇനി പ്രശ്നം. 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകും. ബിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിമർശിക്കുന്നു പ്രതിപക്ഷം. പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടാണ് BJPയുടെ ഈ നീക്കം എന്നാണ് വിമർശനം. വിയോജിക്കുന്നവരെ നിലയ്ക്ക് നിർത്താനും ഭീഷണിപ്പെടുത്താനുമാണ് ബിൽ എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ ശക്തമായി വാദിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ നീക്കത്തെയും വിമർശിക്കുന്ന ഒരു പൊതുരീതിയാണ് പ്രതിപക്ഷത്തിന് എന്ന് BJPയെ അനുകൂലിക്കുന്നവർ തിരിച്ചടിക്കുന്നു. 130-ാം ഭരണഘടനാ ഭേദഗതി ബില്ലിൻ്റെ ലക്ഷ്യമെന്ത്? ഭയക്കണോ നമുക്ക് ഈ ബില്ലിനെ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഓക്കെ, എൻ്റെ ആദ്യ കോളർ വാസുദേവൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വാസുദേവൻ, അങ്ങ് കണ്ണൂരിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പെരുവാമ്പ. യെസ്, ഓക്കെ. ഈ ബില്ല് ലോക്സഭയിൽ കണ്ടു, പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടു. ബില്ലിനെതിരെ രൂക്ഷമായ പ്രതിഷേധം വരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ബില്ല് കീറിയെറിയുന്നു. അത്രമാത്രമൊക്കെ ഭയപ്പെടണോ ഈ ബില്ലിന്? വേണം. ജനങ്ങളുടെ പൗരസ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പൗരസ്വാതന്ത്ര്യം ജനങ്ങളുടെ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? മന്ത്രിമാരെ ബാധിക്കുന്ന ബില്ലല്ലേ? അല്ല, മന്ത്രിമാരെ മാത്രമല്ല, അത് ജനങ്ങളും നാളെ മന്ത്രിയാവാലോ. ജനങ്ങളല്ലാത്ത ആളുകൾ മന്ത്രിയാകില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു മന്ത്രി 30 ദിവസം ജയിലിൽ കിടക്കാൻ തക്ക ഗുരുതരമായ, അല്ലെങ്കിൽ കസ്റ്റഡിയിലാകാൻ തക്ക ഗുരുതരമായ ഒരു കുറ്റം ചെയ്താൽ അയാളെ ജാമ്യം കിട്ടുന്നവരെ മാറ്റി നിർത്തുക എന്ന ബിൽ ജനങ്ങൾക്കെതിരാണെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ഓക്കെ, യെസ്, വ്യക്തമാണ്. ശരി, വളരെ നന്ദി വിളിച്ചത്. ഓക്കെ, ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ കേൾക്കാമോ? കേൾക്കാം സാർ. എന്താണ് ശ്രീ ബാലകൃഷ്ണൻ, കടുത്ത വിമർശനമാണല്ലോ അങ്ങയുടെ സർക്കാർ അവതരിപ്പിച്ച, അല്ലെങ്കിൽ അങ്ങയുടെ അല്ല, നമ്മുടെയൊക്കെ തന്നെ, എങ്കിലും അങ്ങയുടെ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനമാണല്ലോ ആളുകൾ ഉന്നയിക്കുന്നത്. സാർ, ഈ വിഷയത്തിൽ എന്താ ഈ പബ്ലിക്കിന്റെ ധാരണ എന്താ? ഏത് കുറ്റം ചെയ്താലും, ഏത് അനാസ്ഥ കാട്ടിയാൽ, ഏത് ക്രിമിനൽ കുറ്റം ചെയ്താലും മന്ത്രിക്ക് മന്ത്രിസ്ഥാനത്ത് തന്നെ തുടരണമെന്ന് പറയുന്ന നിയമമാണോ ഈ പ്രതിപക്ഷം പൊതുജനത്തിനോട് ആവശ്യപ്പെടുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടില് അഴിമതിയും കൊലപാതകവും എല്ലാം നടത്തിയിട്ട് അധികാര കസേരയിലിരുന്ന് അവർ വമ്പന്മാരായി നാട്ടിൽ വിലസന്റെ ഒരു നിയമം തന്നെയാണോ നാട്ടിൽ തുടരേണ്ടത്? ഈ പബ്ലിക് ഒന്ന് ചിന്തിക്കണ്ടേ? അല്ല, ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തെങ്കിലും കേസ് വഴക്കുകളിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ കേസുകളിൽ സംശയത്തിന്റെ മുനയിൽ നിൽക്കുന്ന അംഗങ്ങളെ ലക്ഷ്യം വെക്കുന്നൊരു ബില്ലാണ്. അപ്പോൾ അവരെയൊക്കെ ഭീതിയിലാക്കാൻ കഴിയും. ഇത് നിതീഷ് കുമാറിനെ ലക്ഷ്യം വയ്ക്കുന്നു, ചന്ദ്രബാബു നായിഡുവിനെ ഭീഷണിപ്പെടുത്താനൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു ബില്ലാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ, ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ രാജ്യത്ത് ഉള്ള ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു നീക്കമായി പോയി എന്നാണ് ആക്ഷേപം.
സാർ കേൾക്കാമോ? കേൾക്കാം. അതെങ്ങനെയാ സാർ മുഖ്യമന്ത്രി കുറ്റം ചെയ്തിട്ട് ജയിലിലായാൽ, ആരോപിതനായിട്ട് തന്നെ ജയിലിലായാൽ, കുറ്റം തെളിയുന്നത് ഒരു മാസം ഉള്ളിലായാൽ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകണം. എന്നിട്ട് അദ്ദേഹം കോടതിയിൽ നിന്ന് കുറ്റവാളിയെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് നല്ലതല്ലേ സാർ? അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിക്കുമല്ലോ. പിന്നെ BJP ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ബില്ലുകൾ മുഴുവൻ പ്രതിപക്ഷം എതിർത്തോണ്ടിരിക്കുക സാർ. പിന്നെ വേറൊരു കാര്യം, ഈ പാട് ഒരു നേതാവ് പറയുന്നത് കേട്ടു, തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ചോറി ഇത് നടന്നുകൊണ്ടിരിക്കുക, ബീഹാറിൽ എന്തോ അത്ഭുതം സൃഷ്ടിക്കുക, അതിനെ മറുപടിക്കുവാൻ വേണ്ടി ആ ഭാരതീയ ജനതാ പാർട്ടി ഈ പരിപാടിയായിട്ട് മുന്നിട്ടിറങ്ങി. വോട്ട് അവിടെ നടക്കട്ടെ സാറേ, ബീഹാറിലെ ഇലക്ഷൻ നടക്കുവാണല്ലോ. ഞങ്ങൾ പബ്ലിക്കിനോടാണ് പറയുന്നത്, ഞങ്ങൾ കോടതിയോട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഞങ്ങൾ പബ്ലിക്കിനോടാ പറയുന്നത്. ഞങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്ന കാര്യം പബ്ലിക്കിനോടാ പറയൂ. ഇവരെന്ത് ബഹളം ഉണ്ടാക്കിയാലും പാർലമെന്റിൽ അമിത്ഷായെ തന്നെ എറിഞ്ഞാലും ഞങ്ങൾ പബ്ലിക്കിനോടാ പറയും. ഇന്ത്യയിലെ പബ്ലിക് കണ്ട് വിലയിരുത്തട്ടെ സാർ. എവിടെ എത്തി സാർ കോൺഗ്രസ്? ഞങ്ങൾക്ക് അഴിമതി നടത്തിയേ പറ്റൂ, ഞങ്ങൾക്ക് കള്ളത്തരം നടത്തിയേ പറ്റൂ, ഞങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ബാധിക്കുന്ന അതിനായിട്ട് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്കേ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറയുന്നില്ല. എന്താ അർത്ഥം സാർ ഉള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒരു പാവപ്പെട്ട പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ അഴിമതിയും കെടുകാര്യസ്ഥയും നടത്താത്ത ഒരു സർക്കാരും ഒരു ഭരണ സംവിധാനം നമുക്ക് ഉണ്ടാകണമെന്നാ എനിക്കത്രേ പറയാനുള്ളൂ. ശരി, ഫാദർ സാമുവൽ കൂടി എന്നോടൊപ്പം ചേരുന്നു, കോഴിക്കോട് നിന്നാണ്. ഫാദർ സാമുവൽ, ഇത് ചില ആളുകളൊക്കെ എന്നോട് പറയുന്നത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായി തോന്നാം, പക്ഷേ ഇതിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഇതിൻ്റെ ലക്ഷ്യം ഏതെങ്കിലും തങ്ങളോട് യോജിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ, മന്ത്രിമാരുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കാനുള്ളൊരു രീതിയാണ് ഇത് എന്നാണ്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം നോക്കിക്കാണാൻ എന്ന്. അങ്ങനെ അതിഭീകരമായി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ ഫാദർ സാമുവൽ? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറ് പറഞ്ഞ പോയിന്റ് ശരി തന്നെയാണ്, അതായിരിക്കും അതിന് ലക്ഷ്യം. പക്ഷേ കേരളത്തിൽ ഇപ്പൊ നോക്കിയാണെങ്കിൽ തന്നെ മന്ത്രിമാര് കേരളത്തിലോ മറ്റ് പല സ്ഥലങ്ങളിലോ മന്ത്രിമാരൊക്കെ അറസ്റ്റിലാകേണ്ട കാലമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒന്നും നടക്കില്ല. കാരണം അത് മന്ത്രിമാർക്ക് ഇതൊന്നും ബാധകമല്ല. ഏത് മന്ത്രിയായാലും അത് LDF ആയാലും UDF ആയാലും BJP ആയാലും ഇതൊന്നും അവർക്കൊന്നും ബാധകമല്ല. പിന്നെ വേണമെങ്കിൽ മന്ത്രിയെ തടവിലാക്കാൻ വിചാരിച്ചാൽ നടക്കും. അത് ആ ഒരു ഉദ്ദേശത്തിലായിരിക്കാം ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കുറ്റം ചെയ്ത ആരായാലും അവർ തടവിലാകുക തന്നെ വേണം. അതാ എനിക്ക് പറയാനുള്ളത്. താങ്കളുടെ അഭിപ്രായം. പ്രസന്നൻ കൂടി എന്നോടൊപ്പം ചേരുന്നു മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ. നമസ്കാരം സാർ. യെസ്. എന്റെ അഭിപ്രായം, ബില്ലുകൾ വരിക എന്നുള്ളത് സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പാർലമെന്റിലും അസംബ്ലിയിലായാലും ബില്ല് പ്രൈവറ്റ് ആയിട്ട് വരിക, അതിന് നിയമപരമായിട്ട് ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അത് അവതരിപ്പിക്കാനുള്ള നിയമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അത് ചർച്ച ചെയ്യാനും അത് എന്താ ഇതിന്റെ പ്രോസസ്സ് ഒക്കെ നിയമത്തിലുള്ളതാണല്ലോ. അപ്പൊ ആ രീതിയിൽ വരുന്നത് പാസ്സായി വരുന്നു എന്നുള്ളത് നമുക്ക് പ്രതിഷേധിക്കേണ്ട സംഗതികളുണ്ടെങ്കിൽ കണിശമായിട്ട് പ്രതിഷേധിക്കേണ്ടത്. പക്ഷെ അത് പാർലമെന്റിൽ കയറുന്ന ഈ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന കാര്യത്തിലുള്ള ആരായാലും, ഭരണകക്ഷി ആയാലും ഈ പ്രതിപക്ഷം ആയാലും, ചന്ത മാർക്കറ്റ്, ആട് മാർക്കറ്റോ ഫിഷ് മാർക്കറ്റോ അതിനേക്കാൾ ശോചനീയമായിട്ട് ഒരു മോശമായിട്ട് ബഹളമയമാകുന്നതിൽ എനിക്ക് അത്യധികം ഖേദമുണ്ട്. എന്ത് വിഷയമായാലും അത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ എന്താ വല്ല സമരമാർക്കും, ഗാന്ധിജിയുടെ സമരമാർക്കോ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നല്ലാണ്ട് പാർലമെന്റിൽ കയറുന്ന ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എന്റെ പക്ഷം. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സവാദ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്ന്. ശ്രീ സവാദ്. സവാദ് വിളിക്കുന്നു കൊല്ലത്ത്. കൊല്ലം പെരുമ്പുഴ കുണ്ട്രയാണ് എന്റെ സ്ഥലം. കുണ്ട്ര. അറിയാം. ഞാന് ഇത് കണ്ടപ്പോഴേ എനിക്ക് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ ഒരു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ബില്ലല്ല ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ആരും ഏത് രാഷ്ട്രീയക്കാരായാലും തെറ്റ് കണ്ടാൽ അത് അവർ ശിക്ഷ അനുഭവിക്കണം, ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. പക്ഷേ ഈ ഒരു ബില്ല് വെച്ചുകൊണ്ടുള്ള ശിക്ഷ തൽക്കാലം പാടില്ല. ബില്ല് വെച്ചല്ല, അവർക്ക് ശിക്ഷിക്കാം, അവർക്ക് കേസെടുക്കുക, അന്വേഷിക്കാൻ, തെളിഞ്ഞാൽ അവരെ മാറ്റാം ഒന്ന്. പക്ഷെ ബില്ല് വേണ്ടത് ഇതിനല്ലെന്ന് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിന് ബില്ല് വരുന്നതിന് പകരം
നമ്മളിപ്പോ ഒരു ഇടതുപക്ഷത്തിൽ നിന്ന് മത്സരിച്ചു, അല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ നിന്ന് മത്സരിച്ചു, CPM നിന്ന് ജയിച്ചു, അല്ലെങ്കിൽ UDF ജയിച്ചു, അല്ലെങ്കിൽ BJP നിന്ന് ജയിച്ചു. ഈ ജയിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ജയിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി മാറി വേറൊരു പാർട്ടിയിലോട്ട് പോകുമ്പോൾ അവരെ ആ ഒരു നിലപാട് അവരെ ആ പാർട്ടിയിലോട്ട് പോകുമ്പോൾ അവരെ മാറ്റി നിർത്തുക, അതിന് ഞാനെതിരാണ്. അങ്ങനെയുള്ളതിന് ഇന്നത്തെ നിയമങ്ങൾ കൊണ്ടുവന്നാൽ പ്രായോഗികമാണ്. അവരെ ആ 5 വർഷത്തേക്ക് അവരെ മാറ്റി, അല്ലെങ്കിൽ വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെ. പക്ഷെ ഈ ബില്ലിനെ എതിർക്കുന്നു. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം മുഹമ്മദ് സലീം എന്നോടൊപ്പം ചേരുന്ന മലപ്പുറത്ത് നിന്നാണ്. ശ്രീ മുഹമ്മദ് സലീം. ഹലോ, ശ്രീ മുഹമ്മദ് സലീം മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയുടെ മലപ്പുറത്തിന്റെ ഇടയിൽ ആനക്കയം എന്ന വില്ലേജിൽ നിന്നാണ്. മഞ്ചേരിക്കും മലപ്പുറത്തിനും ഇടയിലാണ് അല്ലേ? ഓക്കെ. ഞാൻ വിളിച്ചത് നിലവിലുള്ള നിയമങ്ങളൊക്കെ തന്നെ പര്യാപ്തമാണല്ലോ. നമ്മള് ഇതിപ്പോ കണ്ടിൽ മാത്രല്ല, ഇത് നമ്മള് ഭരണകൂടത്തിന് എന്താ അപ്രീതി വെച്ചാൽ, അപ്രിയം എന്ന് വെച്ചാൽ ആ അപ്രിയത്തിനെതിരിൽ എപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുമല്ലോ. അങ്ങനെയും വരും. ഏത് നമ്മള് മുകളിലുള്ള നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേന്ദ്രം അല്ല, പക്ഷെ അങ്ങനെ ആകുമ്പോഴും 30 ദിവസം ജയിലിൽ തുടരണം. അപ്പോ ജാമ്യമില്ലാതെ ജയിലിൽ ഇരിക്കുമ്പോ അങ്ങനെ അത് എളുപ്പമാണോ? കോടതിയും എല്ലാം കൂടി അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിലവിലുള്ള നിയമങ്ങൾ തന്നെ പര്യാപ്തമാണ്. ഇത് പിന്നെ ഇപ്പൊ ഒരു പുതിയതൊക്കെ ഉണ്ടാക്കാൻ തന്നെ അത് എന്തോ ഒരു സംതിങ് റോങ്. അതാണ് ഞാൻ പറയുന്നത്. ഏത് ഇപ്പൊ നിലവിലുള്ള നിയമം തന്നെ അത്യാവശ്യം പര്യാപ്തമാണ്. കാരണം എന്തെങ്കിലും ഒരാൾ കണ്ടല് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അഴിക്കുള്ളതാവുന്ന എല്ലാവിധ വകുപ്പും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് അഴിമതി മാത്രമല്ല, ഇത് അല്ല, അത് ഇവിടെ ഇവർ പറയുന്നൊരു കാര്യം, ഞാനിത് പേദൽ അങ്ങ് ഇത് വളരെ വിശദമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതും കൂടി ഒരു അങ്ങയുടെ അഭിപ്രായം ചോദിക്കുന്നത്. ഇപ്പോൾ സെന്തിൽ ബാലാജി ഒരു മന്ത്രിയായിരുന്നു, അരവിന്ദ് കെജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഇവർ കേസുകളിൽ പ്രതികളാകും, ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇവർ സ്ഥാനം രാജിവെക്കുന്നില്ല. പണ്ടൊക്കെ ഒരു കോടതി ഒരു വാക്കാൽ ഒരു പരാമർശം നടത്തിയാൽ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന മന്ത്രിമാരുള്ള നാടാണ് നമ്മുടേത്. അവിടെ നിന്ന് ഇതിപ്പോൾ തൊലിക്കട്ടി വർദ്ധിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുണ്ടെന്നൊക്കെ നമ്മൾ പരിഹാസപൂർവ്വം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ഥാനം താൻ എന്ത് വന്നാലും ഒഴിയില്ല, അല്ലെങ്കിൽ കുറച്ചു നേരം മാറി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭരണ പ്രതിസന്ധി വലുതല്ലേ? അല്ല, ഇപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ പ്രത്യേകിച്ച് ഇപ്പൊ താങ്കളൊരു ജേർണലിസ്റ്റാണ്, അതേപോലെ തന്നെ ഒരു നമ്മള് ഭരണത്തിലിരിക്കുന്ന ഇപ്പൊ കെജ്രിവാൾ ആവട്ടെ, അതുപോലെ മറ്റുള്ള നേതാക്കളാവട്ടെ, ഇവർക്കൊക്കെ ഇതിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതിൽ അവസാനത് വരുമ്പോഴും ഉള്ളി തൊലിച്ച പോലെ ആവില്ലേ? അപ്പൊ അത് പൂർണ്ണമായും കുറ്റാരോപിതർ പൂർണ്ണമായും കുറ്റവാളികളാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം നടപടി എടുത്താൽ മതി. അത്യാവശ്യം മാറി നിർത്തുക, അല്ലാതെ ജയിലിലടക്കല് അതൊരു വഴിയല്ല. അങ്ങയുടെ അഭിപ്രായം വ്യക്തവും കൃത്യവുമാണ്. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം ബിനോയ് കൂടി ചേരുന്നുണ്ട്. ബിനോയ്, ശ്രീ ബിനോയ് എന്തായാലും ബില്ലിനെ എതിർക്കും, അതെനിക്കറിയാം അല്ലേ? കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോ പക്ഷേ ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയക്കാർ കുറെ കൂടി നീതിയുക്തവും സത്യസന്ധരുമൊക്കെ ആയിരിക്കണം, ഇപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അറസ്റ്റിലായി 30 ദിവസമൊക്കെ കഴിഞ്ഞ് ജയിലിലിരുന്ന് ഞാൻ ഇനിയും ഈ അധികാര കസേരയിൽ തന്നെ തുടരും എന്ന് പറയാൻ പറ്റില്ല. സെന്തിൽ ബാലാജി കേസിൽ നമ്മളത് കണ്ടു. അപ്പോൾ ഇങ്ങനെ പറയാതെ ധാർമ്മികതയോടുകൂടി മാറി നിൽക്കുക എന്നത് ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ എടുത്തിട്ടുള്ള സംഭവങ്ങളാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കോൺഗ്രസ്സിന് കൈമോശം വന്നുപോയി എന്ന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം കൊടുക്കുകയില്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ല മനു, ഇത് മനു പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഇത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയമാണ്. ജനങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവരികയാണെങ്കിൽ 100% നമ്മൾ അതിനെ അംഗീകരിക്കുന്നു. ഇത് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് പ്രതിപക്ഷത്തിനോടോ അവരുടെ മുന്നണിയിലുള്ള NDA മുന്നണിയിലുള്ള ഘടകകക്ഷികളെടുത്തോ പോലും സംസാരിക്കാതെയാണ് ഇങ്ങനെ ഒരു നിയമം ഒരു ദിവസം ബഹുമാന്യനായ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്ന് പാർലമെന്റിൽ പറഞ്ഞ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അല്ല, അത് സംയുക്ത പാർലമെന്റ് നമ്മളുടെ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആരോ ഭരിച്ചോട്ടെ, അത് പ്രതിപക്ഷത്തിനും കൂടി അവരുടെ അഭിപ്രായം ആരായി. ഇത് അഭിപ്രായം ഒന്നും ആരായാതെ ഇപ്പൊ നിങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെ
അറസ്റ്റ് ചെയ്ത് അകത്തിട്ട്. ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും അദ്ദേഹം പ്രതിയാണെന്നോ അദ്ദേഹം ആ അഴിമതിയിൽ ഉൾപ്പെടണമെന്നോ ഒന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷെ BJP ഇതൊരു രാഷ്ട്രീയ ദുഷ്ട ലോക്കോട് കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദി, ബഹുമാനനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയാലും BJP ആയാലും ഇതൊരു ദുഷ്ട ലോക്കോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ബഹുമാനനായ MP KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞല്ലോ, താങ്കളെയാണ് ആദ്യം പിടിച്ചകത്തത്. താങ്കളെ മീൻസ് താങ്കളെ അല്ല, ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയാണ് പിടിച്ചത്. അദ്ദേഹം എത്രയോ ക്രിമിനൽ കേസുകളിൽ പ്രതിയാ. അദ്ദേഹം എത്രയോ ക്രിമിനൽ കേസുകൾ. അത് ഒരു കാര്യം പറയാം, ഇത് അമിത്ഷാ അതും പറഞ്ഞു കേട്ടോ. അദ്ദേഹം പക്ഷേ അദ്ദേഹം കുറ്റാരോപിതനായ ഘട്ടത്തിലൊക്കെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിനേക്ക് നേരിടാൻ ശ്രമിച്ചതെന്നാണ് എനിക്കറിയില്ല. ഇല്ല ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ബീഹാർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലോട്ട് വരുമെന്നൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ 3 ദിവസം കൊണ്ട് ഒരു ഗെയിം ഉണ്ടാക്കിയത്. ഇന്ത്യ മുന്നണി അവിടുത്തെ നമ്മൾ ഉൾപ്പെടെ കോൺഗ്രസ് വരുന്ന മുന്നണി ഉൾപ്പെടെ അധികാരത്തിൽ വരുമെന്നും ആ നിതീഷ് കുമാറിന്റെ 12 സീറ്റ് പാർലമെന്റിലുള്ളത് കുറയുമെന്നും ചന്ദ്രബാബു നായിഡുവിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെയും 12 സീറ്റുകൾ ഇങ്ങോട്ട് വരുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് BJP രാഷ്ട്രീയ ദുഷ്ടലോക്കോടുകൂടി കളിക്കുന്ന ഒരു കളിയാണ്. അതിനപ്പുറത്ത് അല്ലാതെ ഒരു കാര്യവും ഇതിനകത്തില്ല. ഇപ്പൊ JPCക്ക് വിടാന്ന് BJP തന്നെ JPCക്ക് വിട്ടാൽ എന്തോ അവരുടെ ആളുകളാണ് ഇതിനകത്തുള്ളത് മൊത്തം. ഇത് ശക്തമായി 3-2 ഭൂരിപക്ഷം വേണം കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാവാൻ. 3-2 ഭൂരിപക്ഷം അല്ലെ 294 MP-മാരുള്ള അവർക്ക് ഇതിനകത്ത് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതില് പ്രതിപക്ഷ നേതാക്കളെയും അവരുടെ കൂടെ മുന്നണിയിൽ നിന്ന് 240 സീറ്റുള്ള BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. അവരുടെ കൂടെയുള്ള NDA മറ്റു നേതാക്കന്മാരുണ്ട്. ഉദാഹരണം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തന്നെ അവരിപ്പോ വിരൽ ചൂണ്ടുന്നത്. ഇവരെ രണ്ടുപേരെയും കൂടി. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു കുരുക്കായിരിക്കുന്നത് ഈ തരൂര് നിങ്ങളുടെ MP ആണല്ലോ, അദ്ദേഹം ഇത് കൊള്ളാമെന്നാ പറയുന്നത് ഈ ബില്ല്. അല്ല, തരൂര് അത് കൊള്ളാന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്, ഇന്ന് ഈ മറ്റേ ഈ ഗെയിമുകൾക്കെതിരെ ഉള്ള ഒരു ഇത് പാർലമെന്റിൽ അവർ പാസ്സാക്കേണ്ടത്, അതിനെക്കുറിച്ച് അത് നല്ല അഭിപ്രായം. അതാ പറഞ്ഞത്, നിങ്ങളത് തെറ്റിയതാണോ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ വാർത്താമാധ്യമങ്ങളെല്ലാം നോക്കുമായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് ഇതിൽ കോമൺ സെൻസ് ആണ്, നത്തിങ് റോങ് ഇൻ ഇറ്റ് എന്നാണ് പുള്ളി പറഞ്ഞെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇല്ല ആ നത്തിങ് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഈ ഗെയിമുകളെ കുറിച്ചുള്ള നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത് അത് നല്ലതാണ്. പക്ഷേ അതിനകത്ത് സർക്കാരിന്റെ GST പോകും. അതുകൊണ്ട് അതൊന്നും കൂടി അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും അത് തെറ്റായി റിപ്പോർട്ട് ചെയ്യാനൊരു സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നല്ല, ഒരുപാട് സൈറ്റുകൾ അങ്ങ് പറഞ്ഞു എടുത്തു നോക്കി. കോൺഗ്രസ് MP ശശി തരൂർ ഗെയിം ഷുഡ് ബി റെഗുലേറ്റഡ് ആൻഡ് അത് ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഓക്കെ കോർ പ്രിൻസിപ്പിൾ അതാണ്, അതായത് ആ ബില്ല് പഠിക്കാനുണ്ട്, പക്ഷേ എഗ്രീഡ് വിത്ത് ദ കോർ പ്രിൻസിപ്പിൾ, അതിന്റെ അടിസ്ഥാന തത്വവുമായി താൻ യോജിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, അടിസ്ഥാന ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കാൻ പറ്റുമെങ്കിൽ അവർ പാസ്സാക്കട്ടെ എന്ന്. ഏറ്റവും കൂടുതൽ BJP ഇപ്പോൾ അവര് നിലവിലുള്ള കാര്യങ്ങൾ വെച്ച് പ്രതിപക്ഷത്തെ ഒതുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് സാമാന്യ ബുദ്ധിക്ക് യോജിക്കുന്നു എന്നാണ് പറയുന്നത്. Seems reasonable that anyone who does anything wrong should be liable for punishment and should be holding should not be holding high constitutional office or a political office. I think that makes sense എന്നാണ് പറയുന്നത്. നോക്കാം ഏതായാലും. ഓക്കെ, യെസ്, അങ്ങനെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നു, ചങ്ങനെ ചേരുന്നു. ശ്രീ അജയ് കുമാർ, നിയമവും കേസും ഒക്കെ ഉപയോഗിച്ച് നിരന്തരം പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടാനുള്ളൊരു തന്ത്രമാണോ ഇത്? അന്വേഷണ ഏജൻസികളെ കൂട്ടിലടച്ച തത്തകളാക്കി വെക്കുന്നുവെന്ന ആരോപണം നേരത്തെയുണ്ട്. അത് വൈര്യനിര്യാണ ബുദ്ധിയോടുകൂടി ഇത് നിരന്തരം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഈ ആരോപണത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങനെയൊരു കേസും കൂടി വരുന്നത്. ഇത് ജനങ്ങൾക്ക് മുന്നിൽ വാദിച്ച് ജയിക്കാൻ കഴിയുമോ BJPക്ക്? BJP അത് വാദിച്ച് ജയിക്കുമോ തോൽക്കുകയോ ചെയ്യട്ടെ. നമുക്ക് നമ്മളുടേതായ ചിന്തകളിൽ ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ വസ്തുതാപരമായിട്ടും തിരുത്തിവിടാനും ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. 2010 ഈ അമിത്ഷായെ അറസ്റ്റ് ചെയ്യുന്നത് ഫേക്ക് എൻകൗണ്ടർ കേസിൽ 13 ദിവസമോ 12 ദിവസം കൊണ്ട് കസ്റ്റഡിയിൽ വെച്ച് CBI കസ്റ്റഡിയിൽ. അന്നേരം തന്നെ പുള്ളി റിസൈൻ ചെയ്തു.
അതെ, അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഐ റിസൈൻ ബിഫോർ ബീയിങ് അറസ്റ്റഡ് ഔട്ട് ഓഫ് എ മോറൽ റെസ്പോൺസിബിലിറ്റി. 2014 കോടതി വെറുതെ വിട്ടു. അതിനുശേഷമാണ് പിന്നെ തിരിച്ചു. ആൻഡ് ഐ ഡിഡ് നോട്ട് ടേക്ക് അപ്പ് എനി പോസ്റ്റ് അണ്ടിൽ ഐ വാസ് എക്സ്പെക്റ്റഡ് ബൈ ദ ട്രയൽ കോർട്ട്. വരെ ഒരു പൊസിഷനും അദ്ദേഹം എടുത്തിട്ടില്ല. ഇതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഈ എനിക്ക് മുമ്പ് സംസാരിച്ച പുള്ളി തെറ്റായിട്ടാണ് പറഞ്ഞത്. പിന്നെ മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധിയുടെ പേരിലുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ അമ്മയുടെ എല്ലാം പേരിലല്ലേ കേസ്. അവര് കോടതിയുടെ ജാമ്യത്തിലല്ലേ 2000 കോടി 950 കോടിയുടെയൊക്കെ തട്ടിപ്പ് നടത്തിയതിന്റെ മണി ലോണ്ടറിങ് കേസിൽ അവരുടെ 100 കോടി രൂപയുടെ സ്വത്തുക്കൾ കോടതി കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത്തരം കേസിൽ അവരും അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ക്രിമിനൽ എന്നൊരു ഭാഗത്ത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഇപ്പൊ ക്രിമിനലായിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് അവരോടങ്ങ് വിലയിരുത്തിയാൽ മതി. ഇതെല്ലാം ഇനിയിപ്പം കോടതിയുടെ മുമ്പിലുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇവരാരും പ്രതികളല്ല. പ്രതി എന്ന് കോടതി പറയുന്നിടം വരെ ഇവരാരും പ്രതിയല്ല. ശിക്ഷിക്കാത്തവരാരും പ്രതിയല്ല. ഇനി ഈ വിഷയത്തിൽ പ്രതികളാണ്, ശിക്ഷിക്കാത്തോടത്തോളം കുറ്റവാളികളല്ല. കുറ്റവാളികളല്ല. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ ഈ സെന്തിൽ ബാലാജിയുടെ അറസ്റ്റും പിന്നെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സഞ്ജയ് സിംഗ് കേജ്രിവാളിന്റെ അറസ്റ്റ്, പ്രത്യേകിച്ച് കേജ്രിവാളിന്റെ അറസ്റ്റും അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്തും ഇത് വളരെ വിശാലമായ തലത്തിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ടാണ് ഭരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇത് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചതാണിത്. ഇപ്പം താങ്കളൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തത്. താങ്കളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് വന്ന് 1 മാസമോ 2 മാസമോ ജയിലിൽ കിടന്നാൽ കമ്പനി നിങ്ങളെ അവിടെ ജോലിക്ക് വെക്കൂ? ജോലി പോകത്തില്ലേ? അല്ല, പക്ഷേ അതൊരു വ്യക്തിയെ പോലെയല്ല. ഇതൊരു രാഷ്ട്രീയ നേതാവിനോട് പ്രതികാരം തീർക്കാൻ ഒരു മുഖ്യമന്ത്രി നമുക്ക് പറ്റുന്നില്ല, അയാളെ താർക്കാൻ ഇത് തന്നെ വഴി എന്ന് കരുതി കേസെടുക്കുന്നു, അയാളെ പുറത്താക്കുന്നു. അങ്ങനെ പറ്റുമോ? അങ്ങനെ എങ്ങനെ പറ്റാനാ? ഇപ്പൊ കേരളത്തിലെ ഒരു മന്ത്രിയുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കേരളത്തിലെ പോലീസ് അല്ലേ അത് രജിസ്റ്റർ ചെയ്യുന്നത്? അല്ല, ഈ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ വേറെ ഏജൻസികളുണ്ട്, കേരളത്തിലും വേറെ ഏജൻസികൾക്ക് അറസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം വേറെ ഏജൻസികൾക്ക് അറസ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കോടതിയിൽ പോലും നമ്മൾക്ക് വിശ്വാസമില്ല എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുകയാണ്. അല്ല അത് കോടതി ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണല്ലോ ശ്രീ അജയ് കുമാർ. ഇപ്പൊ ഒരു കേസ് വരുന്നു, കോടതി അവരെ കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞാൽ ഉടനെ ബെയിൽ അപ്ലിക്കേഷൻ, പിന്നെ കോടതിയിലെ അന്വേഷണ ഏജൻസി പറയുകയാണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വേണം എന്ന് ആർഗ്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബെയിൽ അപ്ലിക്കേഷൻ പിന്നെ പരിഗണിക്കില്ല. തുടർന്ന് പ്രോസിക്യൂഷൻ വളരെ ശക്തമായി എതിർക്കുകയാണ് ഇത്, അല്ലെങ്കിൽ അവരുടെ പോലീസ് ലോയർ ഇത് എതിർക്കുകയാണ്, ഇദ്ദേഹത്തെ ഇപ്പോൾ വിട്ടാൽ തെളിവുകൾ ഇനി ശേഖരിക്കാനാണ്. അപ്പോൾ അത് ഒരു സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്, തെളിവ് ശേഖരിക്കാൻ ഇദ്ദേഹം ഇടപെടാതിരിക്കാൻ ഒക്കെയുള്ളൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ആണ് ഇദ്ദേഹത്തെ എൻ്റെ കസ്റ്റഡി നീട്ടി വാങ്ങിക്കാൻ കഴിയും. അപ്പോൾ 30 ദിവസം കൊണ്ട് ഇത് പുറത്താവുന്നു എന്നൊരു പ്രശ്നം വരില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാവുന്നില്ല. ഇപ്പൊ തന്നെ ഈ വേടൻ എന്റെ കേസ് ഇപ്പൊ തന്നെ അടുത്ത സമയത്ത് തോന്നില്ലേ, അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോ കോടതി എന്താ പറയാ, അറസ്റ്റ് ചെയ്യേണ്ടെന്നല്ലേ പറഞ്ഞത്. നമ്മൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് പുള്ളി അറസ്റ്റ് ചെയ്യണമെന്നാണ്. പ്രോസിക്യൂഷൻ അയാളുടെ തെളിവുകൾ നിരത്തി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറയാൻ അറസ്റ്റ് ചെയ്യേണ്ടെന്ന്. അപ്പോൾ കേസുകൾ എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യാം. അതായത് ഇനി മറ്റൊന്ന്, ഇനി ഭാരതം ഉള്ളിടത്തോളം കോൺഗ്രസിനും ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഒരിക്കലും ഒരു ഭരണം കിട്ടില്ലെന്നും ഞങ്ങൾ മാത്രമേ ഭരിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇതൊന്ന്. രണ്ടാമത്, 130ാമത്തെ ഭരണഘടനാ ഭേദഗതിയായിരുന്നു. ഇതിനു മുമ്പ് 130 നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 75% കൊണ്ടുവന്നിരിക്കുന്ന കോൺഗ്രസ് ആണ്. അതിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിപക്ഷം ആരുമില്ല, ഒരു പ്രതിപക്ഷവും ഇല്ലാതാണ് ഇത് പാസ്സാക്കിയെടുത്തത്. അതറിയാമല്ലോ. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നമ്മുടെ പൂർവ്വസൂരികൾ എഴുതി ഉണ്ടാക്കിയ ഭരണഘടന പ്രിയാമ്പിൾ വരെ തിരുത്തിയ പാർട്ടികളാണ്. ഇത്രയും വലിയ ഒരു നിസ്സാരമായ കാര്യത്തിന് ഞങ്ങളെ ഇതൊക്കെ എഴുതി കൂട്ടി എന്നല്ലേ ഉള്ളൂ. അല്ല, അതായിക്കോട്ടെ. അങ്ങനെ നമുക്ക് ഇനിയിപ്പോ അതിനകത്ത് പലതും തിരുത്തി പോകുമല്ലോ. അതല്ല വിഷയം. ഞാൻ പറഞ്ഞു അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളെ ജയിലിലിടാനാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം കള്ളന്മാരാണ് എന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. നമ്മളെ ഇടുക്കിയിൽ നിന്ന് റെജി ചേരുന്നുണ്ട്. റെജി, കേൾക്കാമോ? കേൾക്കാം. ഈ ബില്ലിനെ ഇങ്ങനെ നഖശിഖാന്തകം എതിർക്കുമ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് ആജീവനാന്തകാലം ഇനി BJP തന്നെ ഭരിക്കും എന്ന ഒരു വലിയ സന്ദേശമാണോ അവരെ എന്ന മറുവാദത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ? അത് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാലോ, ഇപ്പൊ ഓരോ മന്ത്രിമാരെയും ഇപ്പൊ അന്വേഷണ ഏജൻസി വെച്ച് നമുക്കറിയാം
അവര് അകത്താക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതില് ഒരാൾ 30 ദിവസം അകത്ത് കിടന്നാൽ 31ാം ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താക്കാൻ ആണ് ഈ നിയമം ശുപാർശ ചെയ്യുന്നത്. അയാള് കുറ്റവാളിയാണെന്ന് പിന്നെ തെളിയിക്കുന്ന പറഞ്ഞു. എത്ര വർഷം എടുക്കും നമ്മൾ ഈ കേസ് തിരിച്ച് ഇയാള് വിശുദ്ധനാന്ന് മനസ്സിലാക്കി കുറ്റവാളിയെല്ലാം തിരിച്ചു കയറാൻ എത്ര കാലം എടുക്കും? നമുക്കറിയാം നിയമസഭാ സംവിധാനത്തിന്റെ കാര്യം. അപ്പൊ ഇത് സംഭവിക്കാൻ പോണത് ഇവർക്കെതിരെ ഇപ്പൊ ഇന്ത്യ സഖ്യം വളരെ നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. എന്നാലും ഞാനൊരു സത്യസന്ധമായി ഞാൻ ഇത് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ചോദിക്കാം. ഒരു കുറ്റാരോപിതനായാൽ പിന്നെ കുറച്ചു കാലമൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതല്ലേ നല്ലത് രാഷ്ട്രീയ നേതാക്കൾക്ക്? അല്ലേ, അതൊന്ന് തെളിയിക്കുന്നവരെ അല്ലേ? അല്ല, അത് ശരിയാണ്. പക്ഷെ അങ്ങനെയല്ലോ ഈ നമ്മൾ നോക്കുമ്പോ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും അത് വേണ്ടേ? ഭരണപക്ഷത്തിലെ ആരും ജയിലിൽ പോകുന്നില്ല, ആർക്കെതിരെ നടപടികളില്ല, അവരെല്ലാം ക്ലീൻ ആക്കി പുറത്തെടുക്കുന്നു. അതേസമയം ഇതിലേക്ക് വരുന്നവരെ ഇവര് വിശുദ്ധ ആനാവെള്ളം തെളിച്ച് ശുദ്ധരാക്കും. നമുക്കറിയാലോ മഹാരാഷ്ട്രയിലൊക്കെ എത്ര പേര് കോടാനുകോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് അവർ ആരാവെള്ളം തെളിച്ചിട്ട് അവർക്കെതിരെ ഒരു അന്വേഷണമില്ല. അപ്പൊ ഇത് നമ്മൾ കാണുന്നത് ഒരു 2 തരം നീതിയല്ലേ? അപ്പൊ ഇത് ശരിക്കും നടക്കാൻ പോകുന്നത് പണ്ട് അറിയാലോ, നമ്മുടെ പോട്ട അല്ലെ എന്ന് പറഞ്ഞൊരു നിയമം, ഭീകരവിരുദ്ധ നിയമം കൊണ്ടുവന്നത് ഓർക്കണ്ടോ? അന്ന് ശരിക്കും വാജ്പേയിക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നപ്പോ തമിഴ്നാട്ടിലെ വൈക്കോ, എന്റെ ഓർമ്മ എങ്ങനെയാണ്, വൈക്കോ എന്ന് പറഞ്ഞ MDMKയുടെ കക്ഷി കൊണ്ടുവന്ന ഇത് ഭൂരിപക്ഷം ഇത് പാസ്സാവാനില്ലാത്തപ്പോ കൊടുത്തിട്ട് അയാൾ എത്ര വർഷം അകത്ത് കിടന്നു കിരണ്ടറിയാൻ പാടില്ല. അപ്പൊ ശരിക്കും സംഭവിക്കാൻ പോണ ഇതാണ്. ഇപ്പൊ ഇതിന് പിന്തുണ കൊടുക്കണവര് എന്തെങ്കിലും ഇത് ഇപ്പൊ വിവേചനം കാണിക്കാൻ പറ്റൂലല്ലോ, 2 രീതിയിൽ പറ്റില്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാണെങ്കിലും ബീഹാർ മുഖ്യമന്ത്രിയാണെങ്കിലും തെറ്റ് ചെയ്താൽ ഈ നിയമത്തിന്റെ ബാധ്യത വരും, ഈ പരിധിയിൽ അവർ പെടും. അവര് ഇതിന്റെ പേരിൽ രാജിവെക്കേണ്ടതോ അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ടതായിട്ട് വരും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ കൊല്ലത്ത് നിന്ന് ശ്രീ രാജൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജൻ, ഹലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് ബോംബെ സർക്കിളില് പണ്ട് ജോലി കിട്ടിയ സമയത്ത് ഇവിടുന്ന് ഒരു കടലാസ് നാട്ടിൽ പോയി, ബോംബെന്ന് ഒരു കടലാസ് നാട്ടിൽ പോയി ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ഉള്ളവർ വീട്ടിൽ ചെന്ന് വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി അടിപിടി കേസിൽ പെട്ടിട്ടുണ്ടോ, കേസിൽ പെട്ടിട്ടുണ്ടോ, ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്തെങ്കിലും കേസ് നിലവിലുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പൊ കാര്യമായിട്ടൊരു പൊസിഷനിൽ ജോലി കിട്ടുമ്പോ ഇതിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് പോലീസുകാർ. എന്തുകൊണ്ട് ഇത് മന്ത്രിമാർക്ക് ഇത് ബാധകമല്ല? ചിദംബരം മോന് 1 വർഷം ജയിലിൽ കിടന്നു, എന്നിട്ട് പിന്നെ ഇറങ്ങിയിരിക്കുക ഇപ്പം നേതാവാകാൻ വേണ്ടി. ഇവിടെ മഹാരാഷ്ട്രയിൽ ഒരു സംഭവം നടന്നു. ഛഗൻ ഭുജ്വാൾ എന്ന് പറഞ്ഞൊരു മന്ത്രി 1400 കോടി രൂപ വെട്ടിച്ച് 7 വർഷം ജയിലിൽ കിടന്നു. ഇപ്പൊ ഇറങ്ങിയിട്ട് ഇപ്പം 2ാമത് മത്സരിച്ച് ജയിച്ച് ഇപ്പം ഇവിടുത്തെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുകയാണ് ഈ മഹാരാഷ്ട്രയിൽ. ഇവനെയൊക്കെ എന്തിനു കൊണ്ടു നടക്കുന്നു? അതുപോലെ നമ്മുടെ നാട്ടിൽ എത്രയോ പേര്, കമറുദ്ദീന്, ഇബ്രാഹിം കുഞ്ഞ്, വിൻസെന്റ് 3 മാസം കിടന്നില്ലേ ജയിലില്? ഇവരെയൊക്കെ ഇറക്കി വിടണം സാറേ. എന്തിനാ ഇവരെയൊക്കെ വെച്ചിരിക്കുന്നത്? UP-യിലെ ഏതാണ്ട് ഞാനിപ്പം നോക്കുമായിരുന്നു, നമ്മുടെ തൃണമൂൽ കോൺഗ്രസിലെ 14ഓളം നേതാക്കന്മാരെല്ലാം കുറ്റകൃത്യം ചെയ്തവരും ഗുണ്ടകളും ജയിലിൽ കിടന്നവരും. അതുകൊണ്ടാണ് അവർ വലിച്ചു കീറിക്കളയുന്നത്. ഈ നിയമം പല രാജ്യങ്ങളിലും ഉണ്ട്. ന്യൂസിലാൻഡിലുണ്ട്, പിന്നെ ഇവിടെ നമ്മുടെ പല ഞാനിപ്പം ഓർക്കുന്നില്ല, പല രാജ്യങ്ങളിൽ ഈ നിയമമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലില്ല? ഏത് ഗുണ്ടകൾക്കും 10 വോട്ട് വാങ്ങിച്ച് എവിടെയെങ്കിലും ആൾക്കാർക്ക് പൈസ കൊടുത്ത് ജയിച്ചിട്ട് ഇവിടെ മന്ത്രിയാവെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. ഇവനെയൊക്കെ പറഞ്ഞു വിടണം. എത്രയോ നേതാക്കന്മാര്, R ബാലകൃഷ്ണപിള്ള കിടന്നില്ലേ 3 മാസം? കാരണം പുള്ളി മരിച്ചുപോയി, അത് വേറെ കാര്യം. അതുപോലെ എത്രയോ പേര്. ഇവരെയൊന്നും മന്ത്രിയായിട്ടോ നേതാക്കന്മാരായിട്ടോ വാഴിക്കരുത്. ഈ നിയമം പണ്ടേ കൊണ്ടുവരേണ്ടതാണ്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള ഇന്ത്യക്ക് പിന്നെ മതേതരത്വവും ജനാധിപത്യവും പറ്റിയതല്ല. ഓക്കെ സാറേ? ഓക്കെ, ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കമാൻഡർ മാത്യു എന്നോടൊപ്പം ചേരുകയാണ് മുംബൈയിൽ നിന്ന്. ഗുഡ് ഈവനിങ് കമാൻഡർ മാത്യു. മനു, മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ കുറഞ്ഞു? മഴ കുറച്ച് കുറഞ്ഞ് റോഡൊക്കെ ഒന്ന് ശാന്തമായി. അത് ശരി. അപ്പോൾ അവിടെ
ഒരു നല്ലൊരു വൈബ് വന്ന് കാണും അല്ലേ? മഴയൊക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പുറത്തിറങ്ങി ഓഫീസിൽ പോകാൻ പറ്റി. ഓഹോ. ഇന്നത്തെ ഈ ഒരു മനുവിന്റെ ഇത് കേട്ടപ്പോൾ ഞാൻ ശശി തരൂരിന്റെ അത് മുമ്പേ ബിനോയ് ആരാണ്ടല്ലേ പറഞ്ഞ ശശി തരൂർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? എന്തോ ശശി തരൂർ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഡിസ്ക്രൈബിംഗ് ദ മെഷർ ആസ് എ റീസണബിൾ എന്ന് പറഞ്ഞത്. റീസണബിൾ എന്ന് വെച്ചാൽ അതിന്റെ മലയാളത്തിൽ നമ്മള് റീസണബിൾ എന്ന് പറയുന്ന യുക്തിസഹം എന്ന് പറയുന്നത്, മനസ്സിലായോ? യുക്തിസഹം. അതായത് കോൺഗ്രസിന്റെ നിലപാടിന്റെ വ്യത്യസ്തമായിട്ടാണ് ശശി തരൂർ ഇതിനെ വ്യാഖ്യാനിച്ചത്. യുക്തിസഹം എന്നാ പറഞ്ഞത്. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കണം, അവർ ഉയർന്ന ഭരണഘടനാ സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്നാണ് തരൂർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം കേൾക്കുന്നുണ്ടോ മനു? കേൾക്കുന്നു. പക്ഷെ എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ളവർ പറഞ്ഞു എന്തോ ഇതൊരു ഭീകരവും ഭരണഘടനാ വിരുദ്ധവും അവര് പറഞ്ഞത്. ആക്ച്വലി ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞത് അവർ സ്റ്റാൻഡ് പറഞ്ഞതാ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിതീഷും അല്ലെങ്കിൽ ഇന്ത്യ അവരൊക്കെ ഇവരെ പോലുള്ളവരൊക്കെ ഇപ്പം 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ 5 വർഷത്തേക്ക് ഇവരെ പുറത്താക്കുകയാണെങ്കിൽ നാളെ ഏതൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ഒരു ചെറിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അല്ല 5 വർഷത്തേക്കില്ല, അവർ ജയിലിൽ നിന്ന് മുക്തരാകുന്നവരേ ഉള്ളൂ, ജയിലിൽ നിന്ന് പുറത്തു വരുന്നവരേ ഉള്ളൂ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലല്ല, പുറത്തു വരുന്നില്ല. അവരങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. ഭരണഘടനയിലെ 130 ഭേദഗതി ബില്ല് ഇത് അങ്ങനെയല്ല അവർ പറഞ്ഞേക്കുന്നത്. അവര് പെർമനന്റ് അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വായിച്ചത് അങ്ങനെയാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അവർ 30 ദിവസം കഴിഞ്ഞ് അവർ പുറത്തു വന്നതിന് ശേഷം അവർക്ക് വീണ്ടും തുടരാം. പക്ഷെ ജയിലിൽ കിടക്കുന്ന കാലയളവിലാണ് തുടർച്ചയായി ജയിലിൽ കഴിയുന്നെങ്കിൽ അവരുടെ പദവി നഷ്ടപ്പെടണമെന്ന് നിർദ്ദേശിക്കുന്ന ബില്ലെന്ന് എഴുതിയേക്കുന്നത്. അല്ല, പക്ഷെ അത് അവർക്ക് റീറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ച് അവര് അതായത് അവർക്ക് ജാമ്യം കിട്ടുന്നതോടുകൂടി അല്ലേ? അവർ എഴുതിയേക്കുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് ഇഫ് ദേ ആർ detained or jailed for 30 consecutive days on charges punished by 5 years or more na on charges punished by 5 years or more എന്ന് എഴുതിയേക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള സാധനം എന്താ? അവർക്ക് തിരിച്ചു വരാം എന്നല്ലേ? ഇല്ല, പറ്റത്തില്ല. അവർക്ക് 5 വർഷത്തെ പണിഷ്മെന്റ് കൊടുത്തേക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അല്ലല്ല, 5 വർഷം വരെ തടവ് ശിക്ഷ 5 വർഷമോ അതിന് മുകളിലോ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അവർ 30 ദിവസം റിമാൻഡിലായാൽ തുടർച്ചയായി റിമാൻഡിലായാൽ 31-ാം ദിവസം അവരെ നീക്കാം. പക്ഷെ അവർ പിന്നീട് പുറത്തു വന്നാൽ അവർക്ക് പദവി തിരിച്ചു കൊടുക്കാം. അതില്ല, അത് എഴുതിയിട്ടില്ല. ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാനത് കണ്ടില്ല. ചിലപ്പോ മനു കണ്ടു കാണും. ഞാൻ ഒന്ന് അതിനെപ്പറ്റി ഞാൻ ആർഗ്യ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല. ഇതിനകത്ത് ടൈംസ് ഓഫ് ഇന്ത്യക്കകത്ത് വന്നതിനകത്ത് അതില്ല മനു. അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. എന്നാലും നമുക്ക് അടുത്ത ദിവസങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇതിൽ അത് തിരിച്ചു വന്നാൽ അവർക്ക് ആ തസ്തികയിലേക്ക് തിരിച്ചു വരാം. തരൂര് പറഞ്ഞ തെറ്റ. തരൂര് ഇപ്പം കോൺഗ്രസ് ഞങ്ങൾക്കൊരു ബാധ്യതയായിട്ട് വന്നേക്കുക. ഒരു സംശയം വേണ്ട. പുള്ളിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പേര് നോമിനേറ്റ് ചെയ്യാത്തതിന് ഇന്ന് പുള്ളി ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്യാപ്സ്യൂൾ ചെയ്ത് ഇത് പുള്ളി ഇതിപ്പോ നമുക്കിപ്പോ ഇത് ഇടക്കാലത്ത് വാങ്ങിയാത്ത ചരക്കായിട്ട് മാറിയേക്ക് ഈ സാധനം. എന്താ ചെയ്യാൻ പറ്റും? വലിയ ബുദ്ധിമുട്ടാണെന്നേ. ചുമ്മാതെ നമ്മൾ എന്താ കളയാനും പറ്റത്തില്ല, കൊള്ളാനും പറ്റത്തില്ല. അങ്ങനെ അദ്ദേഹം ഒരു വിശ്വപൗരനല്ല. ആയിക്കോട്ടെ മനു, വിശ്വപൗരൻ വെച്ചാൽ രാഷ്ട്രീയത്തിൽ എന്ത് വിശ്വപൗരം മനു? ഇതിപ്പോ ട്രംപിന്റെ കാര്യം പറഞ്ഞ പോലെ മനു കേട്ട് ആലോചിച്ച് നോക്കിയ ട്രംപ് ഒരു പണി നമുക്ക് ഒപ്പിച്ചു. ഈ നമ്മുടെ നാട്ടിലെ കർഷകർ, കുരുമുളക് കർഷകർ, ഏലം കർഷകർക്ക് അവർ സാധനം കയറ്റി അയക്കാൻ പറ്റുമോ? പറ്റുമോ? ഇതില്ല, നമ്മൾ ഗുഡ് ഫോർ നത്തിങ് ആയിപ്പോയി. നമ്മളില്ല എടുക്കാച്ചറക്കനെ പിടിച്ച് MP ആക്കിയിട്ടപ്പോ നമുക്ക് ബുദ്ധിമുട്ടായ പോലെ ആയിപ്പോയി. ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടാ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. ഇത് വലിയൊരു ബുദ്ധിമുട്ടാ ആര് ചെയ്ത ഭാവമായാലും. ഓക്കെ, കറക്റ്റാ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ശ്രീജിത്ത് പന്തളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഞാൻ ഇപ്പൊ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് 2-3 പേര് പറഞ്ഞതിനകത്തെ 1-2 ചെറിയ വസ്തുതാപരമായ വിഷയമുണ്ട്. നിങ്ങൾ തിരുത്തിയത് കറക്റ്റാണ്. അതായത് ഒരാളെ കൊണ്ട് ജയിലിലായി കഴിഞ്ഞാൽ പെർമനന്റ് അയാൾക്ക് ഡിസബിലിറ്റി വരികയല്ല ചെയ്യുന്നത്. അത് ഇതിപ്പോ ഉദാഹരണം പറയാനെങ്കിൽ 5 വർഷത്തിന് മേൽ ശിക്ഷ കിട്ടാവുന്ന റിഗറസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കുറ്റമാണ് അവർ ചെയ്തിരിക്കണമെങ്കിൽ ആ പറയുന്ന കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്ക് ഒരു 30 ദിവസത്തെ റിമാൻഡ് കാലാവധി വരികയാണെങ്കിൽ ആ ആളുടെ അയാൾക്ക് അയോഗ്യത വരും എന്നാണ്.
അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാനം വെച്ചുകൊണ്ട് ഒരാൾക്ക് ഒരു റിമാൻഡ് ഒരു 14 ദിവസം 2 ആഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ 15 ദിവസത്തെ റിമാൻഡാണ് കൊടുക്കുന്നത്. ഈ 15 ദിവസത്തെ റിമാൻഡ് എന്ന് പറയുന്നത് ആ ആളുടെ കുറ്റം, അയാൾ ചെയ്തിരിക്കുന്ന കുറ്റം അതിമാരകമായിട്ടുള്ള കുറ്റമല്ല എങ്കിൽ, സ്വാഭാവികമായിട്ട് ചെറിയ രാഷ്ട്രീയപരമായിട്ടുള്ള ഏതെങ്കിലും ആരോപണത്തിന്റെ പുറത്തുള്ള കുറ്റമാണെങ്കിൽ, ഇപ്പോൾ ഒരു സമരം നടത്തി റോഡിൽ വെച്ച് പോലീസുമായിട്ട് ഒരു ഉന്തും തള്ളും ഉണ്ടായി, അല്ലെങ്കിൽ അതുപോലെ ഒരു വിഷയം ഉണ്ടായി എന്നൊക്കെ പറയുന്ന കുറ്റകൃത്യങ്ങൾക്കല്ല. അത് ക്രൂരമായ മുറിവേൽപ്പിക്കൽ, ബലാത്സംഗം, അത് വലിയ രീതിയിലുള്ള അഴിമതി, 5 വർഷത്തിന് മുകളിൽ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ അങ്ങ് പറഞ്ഞത്. അത് ഇപ്പൊ ഞാൻ ആ സംശയ തർക്കം വന്നപ്പോൾ ഞാൻ അതിന്റെ ഇതെടുത്ത് നോക്കി കേട്ടോ. പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് നത്തിങ് ഇൻ ക്ലോസ് ഷാൽ പ്രിവെന്റ് the such chief minister or ministers from being subsequently appointed as chief minister or minister by the governor on his release from custody as per clause 1. അപ്പോൾ തിരിച്ച് ഇത് വന്നാൽ അവരെ ഗവർണർക്ക് വീണ്ടും അതേ തസ്തികയിൽ നിയമിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അത് ഗവർണറുടെ ഒരു സ്വാഭാവികമായ കൺസെപ്റ്റിന്റെ പുറത്താണ് ഒരു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഒരു സർക്കാർ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഗവർണർക്ക് അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നിർവചിച്ചിരിക്കുന്നതിലെ 5 വർഷത്തിന് മേൽ തടവ് ശിക്ഷ കിട്ടാവുന്ന. അപ്പൊ ഇവർ ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന ആരോപണം അവരുടെ ആൾക്കാരെ എല്ലാം അകത്തിടാനാണ് എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരെല്ലാം ഇമാതിരി കുറ്റകൃത്യം ചെയ്യുന്നവരാണെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. കാരണം സ്വാഭാവികമായിട്ടും പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, ഇപ്പൊ ലാലു പ്രസാദ് യാദവിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കുറ്റകൃത്യം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കോടികളുടെ ഒക്കെ കണക്കാണ്. കാലിത്തീറ്റ കുംഭകോണം ഉൾപ്പെടെയുള്ള. അതുപോലെ തന്നെ ശിബു സോറന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതുപോലെയുള്ള ഓരോ ആളുകളുടെ പേരിലുണ്ടായിരുന്ന കുറ്റകൃത്യമുള്ള ഒരാൾ ഒരു ഭരണ സംവിധാനത്തെ തുടർന്നാൽ നമ്മളുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ മറ്റുള്ള ലോകരാജ്യങ്ങൾ ഏറ്റവും മഹത്തരം എന്ന് സൂചിപ്പിക്കുന്നതിന് വലിയ നാണക്കേടുണ്ടാവും. ഇത് പണ്ടേ കൊണ്ടുവരേണ്ട ഒരു സംവിധാനമായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട പല നിയമങ്ങളും ഇരിപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനൊരു കൂട്ടിച്ചേർക്കൽ നടത്തുകയും ഈ സ്വാഭാവികമായിട്ട് ഒരു പുതിയ നിയമ സംവിധാനം അഡീഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് തത്തുല്യമായ നിയമം നമ്മുടെ ഭരണഘടന വേറെ ഉണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ട്. പക്ഷെ അത് കാര്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതിനാണ് പുതിയ ഒരു ഭരണഘടനാ ഭേദഗതി വന്നത്. ഇത് ഡയറക്റ്റ് പാസ്സാക്കുവാനല്ലോ ചെയ്തത്. അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും പാസ്സാക്കാതെ JPCക്ക് വിടുകയാണ് ചെയ്തേക്കുന്നത്. സ്വാഭാവികമായിട്ട് JPCക്കകത്ത് ആർക്കെങ്കിലും ഒക്കെ പരാതി ഉണ്ടെങ്കിൽ അതും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഇത് നടപ്പിൽ വരികയുള്ളൂ. ഇത് നടപ്പിൽ വന്നാൽ നമ്മുടെ ഭരണ സംവിധാനം കുറച്ചുകൂടെ മെച്ചപ്പെടും. അതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, പക്ഷെ അതിൽ 2/3 മെജോറിറ്റി വേണം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആയതുകൊണ്ട് അത് അത്ര എളുപ്പമാണോ? സ്വാഭാവികമായിട്ടും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഇപ്പം ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു, ഇവർക്ക് ഒരു ബാധ്യതയാണെന്നൊക്കെ കഴിഞ്ഞ ഒരാൾ പറയുന്നത് കേട്ടു. അവർ ഇലക്ഷൻ വരുമ്പോൾ വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ജയിച്ചു കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പറയുന്ന കാര്യം. പക്ഷേ ഈ ശശി തരൂരിനെ പോലെ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവർ തന്നെ ഈ പറയുന്ന ഇതിനെ അനുകൂലിക്കും. കാരണം ഇപ്പം ഇലക്ഷൻ വരാൻ പോകുന്നു, സ്വാഭാവികമായിട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ. അപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന പോലെ തിരിച്ചു വോട്ട് ചെയ്തേക്കാം. കാരണം അവിടെ ഈ പറയുന്ന പോലെ ഇതൊന്നും വിപ്പ് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഇത് പാസ്സാവും. കാരണം കുറച്ചുപേര് വിട്ടു നിൽക്കും. അതാ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാമല്ലോ. ശരി, വ്യക്തമാണ് ഏതായാലും താങ്കളുടെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് മഞ്ചേരി കൂടി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, എന്താണ് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആളുകളെ അനധികൃതമായി ഭീഷണിപ്പെടുത്താനും ഭയപ്പെടുത്താനും ഉള്ള ഒരു ബില്ലാണ്? സാറേ നമസ്കാരം. പിന്നെ ആദ്യമായി പറയുന്നു, അവിടെ കോൺഗ്രസ് MP-മാർ ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ശശി തരൂർ അവർ അതിന് കൈപോക്കി, ആ ബില്ലിന് അനുകൂലമായിട്ട് കൈപോക്കി. അല്ല, ബില്ലിപ്പോ വോട്ടിലിട്ടിട്ടില്ല, JPCക്ക് വിട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം ബില്ലിന് അനുകൂലമായിരുന്നു. സാറ് എഴുതി കാണിച്ചു, സാറിന്റെ ചാനൽ എഴുതി കാണിച്ചു. അല്ല, അങ്ങനെയല്ല, ബില്ലിനെ അനുകൂലിച്ചു അദ്ദേഹം. അതാണ് ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിനുണ്ട്. ബില്ല് വോട്ടിലിട്ടിട്ടില്ലല്ലോ, അവതരണാനുമതി തേടുന്ന ഒരു സാഹചര്യം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ആ ബില്ലിനെ അനുകൂലിച്ചില്ല അയാള്. അനുകൂലിച്ചു. അത് അനുകൂലിച്ചാൽ ഇവരിവിടെ എതിർത്തുകൊണ്ട് നിൽക്കുക, കോൺഗ്രസ് പ്രതിനിധികളും കൊല്ലം MP മറ്റോ രാധാകൃഷ്ണനും പോലൊക്കെ. അപ്പോ എല്ലാവരും പാടെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇയാള് ജയിച്ചിട്ട് അതല്ലെങ്കിൽ ഇവിടുന്ന് MP ആയൊക്കെ പോയ ആള് മറ്റൊരാൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോ ഇയാളെ എന്താ ചെയ്യേണ്ടത്? ഈ ശശി തരൂരിനെ ഇന്ന് തന്നെ കോൺഗ്രസ്സുകാർ കമ്മിറ്റി കൂടിക്കാണ്ട് ഓല ഹൈക്കമാൻഡ് കൂടിയിട്ട് അയാളെ പിരിച്ചിട്ടിട്ട് അയാള് BJPക്കാണ് പോയിക്കോട്ടെ, എന്തിനാ അയാളെ കൊണ്ടു നടക്കണെന്ന്? അതൊക്കെ ആ പാർട്ടിയിൽ അവർ കുറെ കൂടെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പാർട്ടിയാണെന്നേ അന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് സാറ് വെറുതെ പറയാ സ്വാതന്ത്ര്യം കൊടുക്കണം. അയാളെ പിടിച്ചേക്കാൻ പേർക്ക് തിരിച്ചുകൊടുക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. ശരി, ഓക്കെ, വ്യക്തമാണ്. നമുക്ക്
നോക്കാം പിരിച്ചുവിടുമെന്ന്. ശ്രീമതി ജയ കൊല്ലത്തുനിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ, ഇത് ശ്രീമതി ജയ കേൾക്കാമോ? നമസ്കാരം കിരൺ. നമസ്കാരം, ഇത് മനുവാണ്. മനു നമസ്കാരം. നമസ്കാരം. ഇതൊരു നമ്പരാ മനു. ഇത് BJP മന്ത്രിമാർക്ക് ഇത് ബാധകമാണോ അതോ പ്രതിപക്ഷത്തുള്ള മന്ത്രിമാർക്കേ ഉള്ളോ? അവര് മന്ത്രിമാരാകുമ്പോ ഉള്ളോ ഇങ്ങനത്തെ ഈ നിയമമൊക്കെ വരുന്നതെന്ന് ആകെ ഒരു സംശയമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു നമ്പരാണ്, ആളുകളെ പൂളാക്കുന്ന ഇടപാടുകളുമാണ്. ഇതൊന്നും നടത്തി കൊടുക്കാൻ പാടില്ല. നമ്മള് പിന്നെ വോട്ട് ചെയ്ത് എലക്ട് ചെയ്തല്ലേ അവരെ വിടുന്നത് മന്ത്രിമാരെ. അവർക്ക് എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. നിരവധി പ്രേക്ഷകർ യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ ലേശം വൈകിപ്പോയി. ഏതായാലും സുനിൽകുമാർ ആദ്യം തൊട്ട് നമ്മുടെ പൊതുവേദിയിലുണ്ട്, പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. പ്രമോദ് നാണുവും ഉണ്ട്. കള്ളനും കൊള്ളക്കാരനും ഭയക്കുന്നു, കൊള്ളക്കാരും കള്ളന്മാരും ഒന്നിക്കുന്നു എന്നാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. അപ്പോൾ ഷാജി ബാലകൃഷ്ണൻ ഷാജി ഭാസ്കരൻ നമ്മുടെ ബാലകൃഷ്ണൻ വടകരയെ വിമർശിക്കുന്നുണ്ട്. വേറെ അദ്ദേഹം പറഞ്ഞ് ശരിയല്ല എന്നുള്ള നിലപാടാണ്. ജയകുമാർ പറയുന്നു, നമസ്കാരം, ED പിരിച്ചുവിട്ടതിന് ശേഷം ഈ ബില്ല് അവതരിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത് ഹിറ്റ്ലർ നാണിക്കും ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാദർ സാമുവൽ എന്തുദ്ദേശത്തിലാണ് കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്നും ഷാജി ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാദർ സാമുവൽ ഇത് കേൾക്കുന്നുണ്ട്, അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫിലിപ്പ് ചെറിയാൻ പറയുന്നത് ബിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. പിന്നെ എന്തിനാണ് ഭയം? പാർലമെൻറ്റിൽ അനാവശ്യമായ കലഹം എന്തിനു സൃഷ്ടിക്കുന്നു എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ അരുന്ധതി കോലാമ്പറമ്പത്തെ എനിക്ക് നമസ്കാരം പറയുന്നുണ്ട്. 2 തംസപ്പും 1 ഹൃദയവും അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ 3 തംസപ്പും 2 ഹൃദയവും ഞാൻ അങ്ങോട്ടും അയക്കുകയാണ്. നന്ദകുമാർ പ്രിയ പറയുന്നത് നമ്മുടെ ഭരണകർത്താക്കൾ സംതൃപ്തരാകേണ്ടതല്ലേ? നാളെ പ്രതിപക്ഷം ഭരണകക്ഷിയാവില്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര വേവലാതി എന്നാണ്. ഓക്കെ. ഗ്ലാഡിയേറ്റർ പറയുന്ന അതേ പാർട്ടിയിലുള്ള വേറൊരു MLA മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ? ഭരണകക്ഷിക്ക് അല്ലേ മന്ത്രിയുള്ളൂ, അവർക്കല്ലേ കൂടുതൽ MLA-മാരും MP-മാരും ഉള്ളത് എന്നാണ് ഗ്ലാഡിയേറ്റർ ചോദിക്കുന്നത്. ന്യൂ തിങ്കർ പറയുന്നത് രാഹുലിന് പേടിക്കേണ്ട, വേണുഗോപാൽ പേടിക്കണം, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹമാണല്ലോ എന്നാണ്. കള്ളനായി ജയിലിൽ പോയാലും അധികാരം ഒഴിയില്ല എന്ന് പറയുന്നവരുള്ള നാടായതുകൊണ്ട് ഇങ്ങനെ ഒരു ബിൽ വേണ്ടി വന്നു എന്നാണ് സുനിൽകുമാർ പറയുന്നത്. ഭരണകക്ഷി ഭയപ്പെടുന്ന ആളെ മുന്നം വെച്ചാണ് അവർ ഈ ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് രഘുനന്ദനൻ തിരുമുല്ലമാരം പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു കള്ളന്മാർക്കാണ് ഭയം എന്ന് പറയുന്നു. ജലേഷ് ജോൺ പറയുന്നു കോടതികൾ കൂടി ഇല്ലാതാക്കിയാൽ ഇവർ സേഫ് ആകും. ഓക്കെ. ദേവിദാസൻ KP തരൂർ ബില്ലിനെ അനുകൂലിച്ചു ഈ ബില്ല് തന്നെ എന്ന് പറയുന്നു. ദേവിദാസ് KP. അപ്പോൾ അവിടെ ഒരു തർക്കം ഉണ്ടായില്ല, തരൂർ ഈ ബില്ലിനെയാണോ അനുകൂലിച്ചത്? അപ്പോൾ ഈ ബില്ലിനെ തന്നെയാണ് അനുകൂലിച്ചതെന്നുള്ള എൻ്റെ ആ നിലപാടിനെ അദ്ദേഹം യോജിക്കുകയാണ്. ഓക്കെ. ജലേഷ് ജോൺ പറയുന്നു 30 ദിവസത്തെ കണക്ക് എന്തിനാണ്? കോടതി ശിക്ഷിച്ചാലല്ലേ പ്രതിയാകൂ, ED കോടതിയായാലോ എന്ന് ചോദിക്കുന്നു. അജയ് കുമാറിന് പിന്തുണ സുനിൽകുമാർ നൽകുന്നു. ഓക്കെ. ടോം, നല്ല ജനപ്രതിനിധികൾ ഉണ്ടാകട്ടെ, അഴിമതിയും കൊലപാതകങ്ങളും മറ്റും ചെയ്യും, MLA-യും മന്ത്രിയും വിലസും, കുറ്റവാളിയാണെങ്കിൽ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കും എന്ന് അദ്ദേഹം പറയുന്നു. ടോം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സിന്ധു മോഹനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷക നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. കമാൻഡർ മാത്യുവിനെ അംഗീകരിക്കുന്നില്ല ടോം. എബനൈസർ പറയുന്നു എന്തിനാണ് പേടിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നത് കാണുന്നു. എന്ത് കള്ളക്കേസിൽപ്പെടുത്താനും ഒരു മടിയില്ലാത്ത ഭരണമുള്ളപ്പോൾ പേടിക്കുക തന്നെ വേണം എന്നാണ് എബനൈസർ പറയുന്നത്. ജിയോ പറയുന്നു റീറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. വാട്ട് കമാൻഡ് മാത്യു സെഡ് ഈസ് കറക്റ്റ് എന്ന് പറയുന്നു. നോ ജിയോവയ്ക്ക് തെറ്റി. ഞാനിപ്പോൾ അതിൻ്റെ കോപ്പി എടുത്ത് വായിച്ചല്ലോ. പ്രൊവൈഡഡ് ദർ നത്തിങ് ദറ്റ് സ്റ്റോപ്സ് ദി ഗവർണർ ഫ്രം റീഇൻസ്റ്റേറ്റിംഗ് ദം എന്ന് പറയുന്ന വാക്ക് അതിൽ സെക്ഷൻ 3 ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ശക്തിമാൻ പറയുന്നു ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടുത്തണം. സുനിൽകുമാർ പറയുന്നു ജയചേത്തിക്ക് എന്ത് പറ്റി, ഒരു നിയമം വന്നാൽ ഒരു പാർട്ടിക്കാണോ അത് ബാധകമാകുക എന്ന് ചോദിക്കുന്നുണ്ട്. ടോം പറയുന്നു എല്ലാ ജനപ്രതിനിധികൾക്കും ബാധകമാണ് ജയചേച്ചി, പാർട്ടി ഭേദമന്യേ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ദീപു തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ദീപു, മനു, സത്യത്തില് എത്ര നിഷ്കളങ്കമാണ് ഈ ഇതിനു വേണ്ടി വാദിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് സംസാരിച്ച BJP-ക്കാര്. എന്തൊരു നിഷ്കളങ്കമാണ് സത്യത്തിൽ. ഞാൻ ഇവരെയൊക്കെ വിചാരിച്ചു വെച്ചത് കുറച്ച് പിന്നെ ഇവരുടെ ഒരു മറ്റൊരു രീതിയിലാണ്. പക്ഷെ അവർ ഭയങ്കര നിഷ്കളങ്കമായി പോയി മനു. എന്താണ് ഈ പറയുന്നത്? അതായത് ഇവിടെ എല്ലാ ഐഡിയൽ കണ്ടീഷനിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. ഐഡിയൽ കണ്ടീഷൻ, അസംഷൻസും കാര്യങ്ങളും എല്ലാം കറക്റ്റ്
ഒരു തരത്തിലും ഒരു കള്ളത്തരമോ അല്ലെങ്കിൽ ആരെങ്കിലും പീഡിപ്പിക്കലോ അല്ലെങ്കിൽ കള്ളക്കേസുകളോ ഈ കേന്ദ്ര ഏജൻസികളെ കൊണ്ടുള്ള കുറ്റ ഉണ്ടാക്കലോ അല്ലെങ്കിൽ ആ വേട്ടയാടലുകളോ ഇതൊന്നും നടക്കുന്നില്ല. എല്ലാം പെർഫെക്റ്റ്. ആ പെർഫെക്റ്റിലാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. ആരോടാ ഇവർ ഈ പറയുന്നത്? ഇവിടെ വന്ന് നേരത്തെ പന്തളത്തെ ഒരു മഹാൻ പറഞ്ഞായിരുന്നല്ലോ, എല്ലാം വ്യക്തികളിലേക്ക് പോകണ്ട. ശരി ഓക്കെ, അത് പറയുന്നില്ല. അവിടെ നിന്നും പറഞ്ഞവര്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണോ? ഇവിടെ പറയുന്നത് എന്താ? ഒരാളെ ഒരു കേസിൽ പെടുന്നു, ആ കേസിൽ ആളെ കസ്റ്റഡിയിലാവുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലായി അറസ്റ്റ് ആവുന്നു, 30 ദിവസം കഴിഞ്ഞ് അയാളുടെ ഇത് പോകുന്നു. അയാൾ പുറത്തു വന്നാൽ, അതായത് ഈ കസ്റ്റഡി കഴിഞ്ഞ് പുറത്തു വന്നാൽ മന്ത്രിയാവുന്നു, അപ്പോഴും ആ കേസ് അവിടെ കിടക്കില്ലേ? അതുകൊണ്ടല്ലേ അതില് ഒരു ലോജിക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയാവുന്നു, ഞാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ ജയിലിരിക്കുന്നു, അത് ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? ഒരു മന്ത്രിയാണ്, ഞാൻ ജയിലിലാണ്, ഞാൻ അങ്ങനെ പറയുമ്പോ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ? മനു, ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടില് ഈ സത്യസന്ധമായോ അല്ലെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ചെയ്യുന്ന രാഷ്ട്രീയക്കാർ അങ്ങനെ എന്തെങ്കിലും കുറ്റകരമായ ഒരു കാര്യമുണ്ടെങ്കിൽ അവർ രാജിവെക്കും. പക്ഷെ രാജിവെക്കാത്ത സാഹചര്യം വന്നാൽ അതിജീവിക്കില്ല. സെന്തിൽ ബാലാജിയുടെ കേസാണ് അവർ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കേജ്രിവാളിന്റെ കാര്യമൊക്കെ അല്ലേ പറയുന്നത്? ഈ സെന്തിൽ ബാലാജി ശരി, അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം ഇവർ പറയുന്നത് ആരെയാണ് ഇവർ ഉന്നം വെച്ചത്? അരവിന്ദ് കെജ്രിവാളിന്. അരവിന്ദ് കെജ്രിവാളിനെ കേസിനകത്തിട്ടിട്ട് അരവിന്ദ് കെജ്രിവാൾ പ്രതിയാണെന്ന് പറഞ്ഞോ? കുറ്റവാളിയാണെന്ന് പറഞ്ഞോ? അയാളെ ശിക്ഷിച്ചോ? അപ്പം ഈ രീതിയിൽ ഒരു കേസ് ഇടുകയാണ്. ആ കേസ് ഇട്ടാൽ പിന്നെ ആ കേസ് അന്വേഷിക്കുന്നവരാണ് ജുഡീഷ്യൽ. അല്ല ദീപു, ഇതൊരു ധാർമ്മികതയല്ലേ? ഇപ്പൊ CPM തന്നെ ഗൗരവമായ കേസെടുത്ത് ജയിലിൽ പോകുന്ന ആളുകൾ രാജിവെച്ച് സ്ഥാനമൊഴിയണമെന്ന് പലപ്പോഴും ആവശ്യപ്പെടാറില്ലേ? മനു, ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ നിഷ്കളങ്കനാവാതിരിക്കൂ. ഞാൻ കുറെ കൂടി കുശാഗ്ര ബുദ്ധിക്കാരനാവണമെന്നാണ്. നിഷ്കളങ്കനാവാതിരിക്കൂ. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ അത്രയും ദിവസം അവിടെ ഇടണം. അയാൾ ആദ്യം രാജിവെക്കുമെന്ന് വിചാരിച്ചു. അത്രയും ദിവസം അവിടെ ഇടണമെന്ന് പറഞ്ഞ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുകൊടുന്ന് ഇയാളെ വിടാൻ പറ്റില്ല, ഇയാൾ അന്വേഷണം നടക്കുകയാണെന്ന് പറഞ്ഞ് ഈ അന്വേഷണ ഏജൻസികൾ എത്ര ദിവസം ഇട്ടു മനു? എത്ര ദിവസം ഇട്ടു? അപ്പം ഈ കാര്യങ്ങൾ എത്ര ദിവസം ഇടണമെന്ന് ഇവർക്ക് തീരുമാനിക്കാം. കേസിന്റെ ഗ്രാവിറ്റി ഇവർക്ക് തീരുമാനിക്കാം. ഇവരുടെ ഏജൻസികളെ കൊണ്ട് എത്ര ദിവസമാണെങ്കിലും ഇത് കുറ്റപത്രം കൊടുക്കുന്നത് 90 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ നാച്ചുറൽ കണ്ടീഷൻസ് ആയല്ലോ ബെയിലിൽ. ആ ഒരു 60 ദിവസത്തെ മാറി നിന്ന് ഒരു പാർട്ടിയിലെ വേറൊരാളെ ഈ ചുമതല ഏൽപ്പിച്ചാൽ പോരെ? അതാണ് ഞാൻ പറഞ്ഞത് മനു. ഐഡിയൽ കണ്ടീഷനിൽ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിയമം അനുസരിച്ച് ചെയ്യുന്ന ഒരു ഭരണകൂടവും ആ ഭരണകൂടത്തിന്റെ ഏജൻസികളുമാണ് ഇവിടെ എങ്കിൽ നിങ്ങൾ പറയുന്നത് ശരി. അങ്ങനെയല്ല. ഇവിടെ അജിത് പവാർ പോയല്ലോ, കുറെ കുറ്റം ഉണ്ടായിരുന്നല്ലോ, അയാൾക്ക് ഒരു കുറ്റം ഇല്ലാതെ വാഷിംഗ് മെഷീനിലിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ലേ? അവരുടെ കൂടെ ഇല്ലേ? അപ്പം എന്താണ് ഇവര് ലക്ഷ്യം വെക്കുന്നത്? അതായത് നിങ്ങൾ ഇനി ഒരു കാലത്തും ഒരു രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാനുള്ള ഏജൻസികളെല്ലാം ഞങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ഇനി നിലം തൊടാൻ പറ്റാത്ത വിധത്തിൽ ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നോളൂ, ഞങ്ങളുടെ വാഷിംഗ് മെഷീനിൽ കയറിക്കോളൂ, ഞങ്ങൾ ഇട്ടൊന്ന് കറക്കിയെടുത്ത് പുറത്ത് വിട്ടാം, എന്നിട്ട് ശരിയാക്കാൻ. ആരെയാണ് ഈ BJP-ക്കാർ പറ്റിക്കാൻ നോക്കുക? എന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം അവതരിപ്പിച്ച് ഇതൊരു നല്ല കാര്യമല്ലേ? അഴിമതി നടത്തിയവരെ നമുക്ക്. ഇതിൽ വേറൊരു കാര്യം, അടുത്ത തവണ മറ്റേ മറുപക്ഷത്തിന് വന്നാൽ അവർക്കിത് പ്രയോഗിക്കാൻ കഴിയും എന്ന് അടുത്ത കാലത്തേക്ക് വരണ്ട എന്നുള്ള രീതിക്ക് ചെയ്യുന്നതാണ് ബീഹാറിലെ 65 ലക്ഷം വോട്ടുകൾ. കേട്ടോ, ഇതൊക്കെ ആരൊക്കെ വരണം ആരൊക്കെ വരണ്ട എങ്ങനെയൊക്കെ പിടിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇതൊക്കെ കൊണ്ടുപോകുന്നത്. ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഇവർ കാണുന്നത്. ആ രീതിയിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എന്നിട്ട് എന്താണ് ഭയങ്കര സംഭവം ഇത്? എന്താണ് അഴിമതിക്കാരെ പിടിക്കാനല്ലേ? അഴിമതിക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനെതിരെ നിൽക്കുന്നത് എന്ന് നിഷ്കളങ്കരായ കുറെ നിഷ്കളങ്കരെങ്കിലും ചോദിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുക? ഞങ്ങൾ JPC-ക്ക് വിട്ടു. JPC ആരാ? ജോയിന്റ് പബ്ലിക് പാർലമെന്ററി കമ്മിറ്റി. ആ കമ്മിറ്റി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം കൊണ്ടുവരുന്നതേ ഉള്ളൂ. ആരാ JPC-യിൽ ഭൂരിപക്ഷം? നമ്മൾ ഈ നിയമം ഉണ്ടാക്കാനും അത് അവതരിപ്പിക്കാനും പാസാക്കി എടുക്കാനുമാണല്ലോ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് ഭൂരിപക്ഷമുള്ള ആളല്ലേ സർക്കാരാകും. ശരി, ഭൂരിപക്ഷക്കാർ അങ്ങനെ പലതരം ജനവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ എതിർക്കുവന്നേ. ഇത് പക്ഷെ എന്തായാലും 2/3 മെജോറിറ്റി വേണം. അപ്പൊ 2/3 മെജോറിറ്റി വേണ്ടേ? അപ്പൊ അത് പ്രതിപക്ഷത്തിന്റെ സഹായമില്ലാതെ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? അല്ല, ഇതൊക്കെ ബിജു മനു, ഇത് എങ്ങനെയാണ് ഇത് ഇവിടെ കൊണ്ടുവരുന്നത്? വോട്ട് ജോലി ഇപ്പൊ അവർക്ക് കേൾക്കണ്ട. അതിന് മുമ്പ് വരുന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ചോദിച്ച ചോദ്യങ്ങള് പറയണ്ട.
ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവർക്ക് പറയണ്ട. അപ്പോഴത്തേനും കൊണ്ടുവരുന്ന ഒരു സാധനം അപ്പൊ എല്ലാരും കൂടെ ഇതിനകത്ത് കടിച്ചു തൂങ്ങിക്കൊള്ളൂ എന്ന് ഇവർക്ക് പറയാനോ ചെയ്യാനോ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഈ മോഡി ഗവൺമെന്റ് വന്നിട്ട് ജനകീയ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു 5 കാര്യം പറഞ്ഞേ. ഞാനല്ല പറയണത്, BJP ഇവരൊക്കെ പറയട്ടെ, 5 കാര്യം പറയട്ടെ. മാത്രമല്ല ഈ രാജ്യത്തിന്റെ പിന്നെ സാമ്പത്തിക സ്ഥിതി എങ്ങോട്ടൊക്കെയാ പോണത്? ഇതിനെക്കുറിച്ച് ഇവർക്ക് വേവലാതിയില്ലേ? എന്നിട്ട് ഇവര് പറയണം അഴിമതിക്കാർ ഞങ്ങൾ ഇങ്ങനെ അകത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഏതോ വലിയൊരു സംഭവം BJP-ക്കാർ ഇങ്ങനെ കൊണ്ടുവരിക. ശരി, നമ്മുടെ സമയം അതിക്രമിക്കുന്നതുകൊണ്ടാണ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എനിക്കൊരു കോളറേയും കൂടി എടുക്കാനുണ്ട്. ഹരിദാസ് ചാലക്കുടി എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഹരിദാസ്, നമസ്കാരം. ഇത് വാഷിംഗ് മെഷീനിലേക്ക് ആളുകളെ കൊണ്ടുപോകാനുള്ളൊരു ഒരു കുറുക്കു വഴിയാണ് എന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ ഒരു വാദം. അപ്പോൾ കുറ്റാരോപിതരായ ആളുകൾക്ക് ഈ നിയമം ശരിക്കും വളരെ നേരത്തെ വരേണ്ട ഒരു നിയമമായിരുന്നു. നമ്മൾ ഇന്ന് പത്രം എടുത്തു കഴിഞ്ഞാൽ അഴിമതിക്ക് വേണ്ടി മാത്രം ഒരു പേജ്, ഇപ്പൊ ക്രിമിനൽ പേജ്, സ്പോർട്സ് പേജ്, FIR പേജ്, പറയുന്നത് പോലെ ഒരു പേജ് അഴിമതിക്കോളമാക്കണം അല്ലേ? എന്ന പോലെ അഴിമതിയുടെ പേജുകൾക്ക് മാത്രമുള്ള ഒരു കാലഘട്ടമാണ്. മുഴുവൻ നമ്മളുടെ ഭാരതത്തിന്റെ ഫണ്ട് മുഴുവൻ ദൂർത്തടിച്ച് കളയുന്ന ഒരു വിഭാഗം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും നിലനിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്തരം കടുത്ത നിയമങ്ങൾ വരണം. ഇത് വളരെ ചുരുക്കം ആളുകളല്ലേ ബാധിക്കുന്നത്. മന്ത്രിമാർക്കെതിരെയാണ് ഇത് വന്നിരിക്കുന്നത്, അല്ലാണ്ട് സാധാരണ ജനത്തിനെതിരെയല്ല ഈ നിയമം പാസ്സാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അവർ അഴിമതി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമം വരണം എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഓക്കെ, എൻ്റെ ഈ സമയപരിമിതി അവസാനിച്ചുകൊണ്ടാണ്. ഏതായാലും ഹരിദാസ്, നമുക്ക് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് അടുത്ത ദിവസവും വിശദമായി സംസാരിക്കാം. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. ബില്ല് ജനാധിപത്യ വിരുദ്ധമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ 48% യെസ് എന്ന് പറയുന്നു, നോ എന്നൊരു 52%. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു 50-50 ആണ്. അപ്പോൾ ഇത് വലിയ വിവാദമായി തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങൾ കൂടുതലുണ്ടാകും. ഏതായാലും നമുക്ക് വീണ്ടും ഈ വിഷയം പൊതുവേദിയിൽ ഉന്നയിക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.